ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ യൂട്യൂബ് വീഡിയോയിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എൻ്റെ കുഞ്ഞ് ബേബിക്ക് വേണ്ടി ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള കുറഞ്ഞ ഐറ്റമാണിത്. അപ്പോൾ ഇനി എന്തൊക്കെ ഇതിൽ വേണമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് അത്യാവശ്യമായിട്ട് വേണ്ട സാധനങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നി കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ചതാണ്. 8 മാസം സ്റ്റാർട്ടായി. അപ്പോൾ ഇനി നമ്മുടെ മുന്നിൽ ഒരു മാസം കുറച്ച് ദിവസം കൂടിയുള്ളൂ. അപ്പം വിചാരിച്ചു ഹോസ്പിറ്റലിൽ വേഗം ഒന്ന് തയ്യാറാക്കി വെക്കാമെന്ന്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് റിസീവിങ് ടവലാണ്. അപ്പോൾ എൻ്റെ വാവയ്ക്ക് വേണ്ടിയിട്ടുള്ള റിസീവിങ് ടവൽ വാങ്ങി വെച്ചാണ്. ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ എടുത്തിട്ട് ബാഗിലേക്ക് വെക്കുകയാണ്. പിന്നെ നമ്മൾ വാങ്ങിയത് ഡ്രൈ ഷീറ്റാണ്. നമ്മുടെ 3 എണ്ണം ഉണ്ട്. അത് അത്യാവശ്യം സ്മോൾ സൈസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഡ്രൈ ഷീറ്റാണിത്. നമ്മളിത് നന്നായിട്ട് അലക്കി നന്നായിട്ട് ഉണക്കി മടക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് മുന്നേ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ഒന്നുകൂടി എടുക്കുന്നത്. അപ്പോൾ ഈ ഡ്രൈ ഷീറ്റാണ് നന്നായിട്ട് ഇതാ ഈ ഒരു സ്മോൾ സൈസിലാണ് കേട്ടോ ഇതുള്ളത്. അപ്പോൾ ഇതിട്ട് 3 എണ്ണമാണ് കിട്ടിയത്. ഇത് 3 എണ്ണം ഒരുമിച്ച് വാങ്ങിയതാണ്. അത്യാവശ്യം വലിയ സൈസിലൊന്നും വാങ്ങിയിട്ടില്ല. ഇത് നമുക്ക് എന്തായാലും ഒരു മാസമൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. താൽക്കാലികമായിട്ട് വാങ്ങിയതാണ്. ഇത് 3 എണ്ണമാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ നമ്മളിത് അടിയിൽ വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വെച്ച റിസീവിങ് ടവൽ അത് എടുക്കണം. അത് ഏറ്റവും മുകളിൽ വെക്കാമെന്ന് വിചാരിച്ചു. ഏറ്റവും ഫസ്റ്റ് വേണ്ടതാണല്ലോ, അത് മുകളിൽ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെടുത്ത് മാറ്റുകയാണ്. എന്നിട്ട് ഈ ഡ്രൈ ഷീറ്റ് അതിൽ ബാഗിൽ വാങ്ങിയത് ഈ വൈപ്സാണ്. അപ്പോൾ ഇത് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ ഇത് ബൈ 1 get 1 ആണ്. അപ്പോൾ 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും നമ്മൾ ബാഗിലേക്ക് എടുത്ത് വെക്കുകയാണ്. പിന്നെ ഈ ഒരു ഐറ്റമാണ്. ഇത് നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി പോലത്തെ നമ്മുടെ ടവലാണ്. അടിപൊളിയാണ്. ഇത് നമുക്ക് കുഞ്ഞു വാവേനെ അതിൽ കിടത്താനും അതേപോലെ തന്നെ പുതപ്പിച്ച് കൊടുക്കാനും പിന്നെ എല്ലാത്തിനും നമുക്ക് യൂസ് ചെയ്യാം. നല്ല സ്പോഞ്ച് നല്ല പഞ്ഞി പോലത്തെയാണ്, സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇത് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് അതിൽ 2 എണ്ണം വാങ്ങിയിട്ടുണ്ട്. ഇത് അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലൊരു സൈസിലാണ് വാങ്ങിയത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അലക്കി ഉണക്കി വെച്ചതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ബാഗിലേക്ക് എടുത്ത് വെക്കാം. പിന്നെ വാങ്ങിച്ചത് കുഞ്ഞുടുപ്പാണ്, കുഞ്ഞുടുപ്പാണ്. അപ്പോൾ അതിട്ടാൽ വൈറ്റും ഉണ്ട്, അതേപോലെ തന്നെ കളറിൽ വരുന്നതുണ്ട്. അപ്പോൾ വൈറ്റിൽ കുത്തായിട്ട് വരുന്നതുണ്ട്, പിന്നെ അതേപോലെ തന്നെ പ്യുവർ വൈറ്റായിട്ടുള്ളതുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. എന്താ പറയേണ്ടത് അറിയില്ല. അപ്പോൾ ഭയങ്കര ഇഷ്ടം. എനിക്ക് ഈ പ്രഗ്നൻ്റ് ആയ ടൈം തൊട്ടേ എനിക്കിതൊക്കെ വാങ്ങി വെക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം പിന്നെ വീട്ടിലുള്ളവരൊക്കെ ചീത്ത പറയും, ഇപ്പോഴൊന്നും വാങ്ങരുത്, അങ്ങനെ ആക്കരുത് നോക്കാം, അങ്ങനെയൊക്കെയല്ലേ പറയാം. അപ്പോൾ 8 മാസം ഇപ്പോൾ 8 മാസം തുടങ്ങി ഇനി ഒരു മാസം കൂടിയല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ബാഗൊക്കെ സെറ്റാക്കി വെക്കണമല്ലോ. പിന്നെ ക്യാപ്പും അതേപോലെ തന്നെ കുഞ്ഞ് കൈക്കിടാനുള്ളതും കാലിടാനുള്ള ഷോക്സും അതൊക്കെയാണുള്ളത്. അപ്പോൾ അതിട്ട് 3 എണ്ണം ഉണ്ട്. പിന്നെ നമ്മുടെ കുഞ്ഞുടുപ്പും അതേപോലെ തന്നെ ഇതൊക്കെ വാഷ് ചെയ്ത് ഈ ഒരു പ്രൊഡക്റ്റ് വെച്ചാണ്. അപ്പോൾ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്. ബേബിക്ക് വേണ്ടി സേഫ് ആയിട്ടുള്ള ഒരു ഡിറ്റർജൻ്റാണിത്. അപ്പോൾ ഇതും വാങ്ങിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നാപ്പി, കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള നാപ്പിയാണിത്. അപ്പോൾ ഇത് വലിയൊരു സെറ്റ് തന്നെ ഉണ്ട്. വലിയൊരു ബോക്സ് തന്നെ വാങ്ങിയിട്ടുണ്ട്. സ്മോൾ സൈസാണ്. പിന്നെ ഈ കാണുന്ന ക്യാരി ബാഗ്, ഇത് എൻ്റെ ചേച്ചിയുടെ മോളെയാണ്. അവൾ ആകെ 2 ദിവസമാണ് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ വെച്ചാണ്. അപ്പം വിചാരിച്ചു വേറെ വാങ്ങേണ്ടത് തന്നെ എടുക്കാമെന്ന്. അങ്ങനെ ഇതൊന്ന് അപ്പോൾ ഇത്ര ഐറ്റംസാണ് വാങ്ങിയത്. അപ്പോൾ ഇനി അത്യാവശ്യമായിട്ട് എന്തൊക്കെയാണ് വാങ്ങേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലൊക്കെ. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്